ഹലോ, ഞാൻ അഖിലയാണ് കേട്ടോ. നമ്മുടെ റോസ് പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഉലുവ. നമ്മൾ പ്ലാന്റ്സിന് അരച്ച് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഉലുവ കുതിർക്കാൻ വെക്കുന്ന സമയത്ത് ഒരു സ്പൂണോളം കരിഞ്ജീരകം ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് വെച്ചിട്ട് രണ്ടുകൂടെ മിക്സിയിൽ അരച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കൊടുത്തു നോക്കി. നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ആവുകയും ചെയ്യും, പ്ലാന്റ് നല്ലതുപോലെ ഗ്രോത്ത് ആവുകയും ചെയ്യും. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ പുതിയ കളേഴ്സ് എത്തിയിട്ടുണ്ട്, അതായത് പുതിയ പുതിയ വെറൈറ്റീസ് എത്തിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഈ കാണുന്ന ഫോട്ടോസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ്. അപ്പം പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ഗ്രോത്ത് ഉള്ളതുമായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഒരു 1 year ഗ്രോത്ത് ഉള്ള പ്ലാന്റ്സ് ആണ്. അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വളവും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 3-4 മന്തിനുള്ളിൽ ഫ്ലവേഴ്സ് വരുന്ന സീഡ്ലിങ്സ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അടിച്ചിരുന്നാൽ മതി. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാം കേട്ടോ.